മലയാളത്തിൻ്റെ അല്ലെങ്കിൽ മലയാളിത്വമുള്ള പെൺകുട്ടിയുടെ പ്രതീകമായിരുന്നു 80കളിൽ മേനക. KG ജോർജിൻ്റെ കോലങ്ങൾ എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്ത് മലയാള സിനിമയിലെത്തിയ മേനക പിന്നീട് ശങ്കർ, മോഹൻലാൽ, മമ്മൂട്ടി, രതീഷ് തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ നായികയായി മാറി. അക്കാലത്ത് ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നതും മേനകയായിരുന്നു. മേനകയ്ക്ക് തൻ്റേതായ വ്യക്തിത്വം ഉണ്ടായിരുന്നു. ശരീര സൗന്ദര്യം കാണിക്കില്ല, ഗ്ലാമർ റോളുകളിൽ അഭിനയിക്കില്ല, കഥ കേട്ട ശേഷം തൻ്റെ കഥാപാത്രം പോസിറ്റീവാണെങ്കിൽ മാത്രമേ അഭിനയിക്കൂ എന്നിങ്ങനെയുള്ള പിടിവാശികൾ, എന്നിങ്ങനെയുള്ള തൻ്റെ ഇടം മേനകയ്ക്ക് ആദ്യകാലം മുതൽ ഉണ്ടായിരുന്നു. മേനക നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. കോലങ്ങളിൽ അത്യപൂർവമായ അഭിനയമാണ് അവർ കാഴ്ചവെച്ചത്. MDയുടെ ഓപ്പോളിലും അവർ ശ്രദ്ധേയമായ അഭിനയം കാഴ്ചവെച്ചു. പക്ഷേ മേനക ഗ്ലാമറായി ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. 1981 നവംബർ 27 റിലീസ് ചെയ്ത ഗുഹ എന്ന ചിത്രത്തിൽ MR ജോസാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. ശങ്കറും അംബികയും മേനകയും തമിഴ്നാടൻ വിജയനും വിൻസെൻറ്റും ഒക്കെ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ചിത്രം. ഈ ചിത്രം ഗ്ലാമർ ചിത്രമായിരുന്നു. ഈ ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ശങ്കർ അക്കാലത്ത് റൊമാൻറ്റിക് നായകനാണ്. പക്ഷേ ഈ ചിത്രത്തിൽ മാനസിക വൈകല്യമുള്ള അല്ലെങ്കിൽ ദ്വന്ദ്വ വ്യക്തിത്വമുള്ള ഒരു യുവാവായാണ് ശങ്കർ അഭിനയിച്ചത്. ദാസ് എന്നായിരുന്നു ശങ്കറിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. സ്ത്രീകളോട് പക വെച്ച് പുലർത്തുന്ന ദാസ്, സ്ത്രീകളെ നിഷ്കരുണം കൊല്ലുന്ന ദാസ്, കൊന്ന ശേഷം ആ കൊലപാതകം താനാണ് ചെയ്തത് എന്നറിയാതിരിക്കാൻ വേണ്ടി ദാസ് നടത്തുന്ന നാടകങ്ങൾ, ഇതൊക്കെയായിരുന്നു ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഈ ചിത്രത്തിലാണ് ശങ്കറും മേനകയും ഇഴുകിച്ചേർന്ന് അഭിനയിച്ചത്. ഈ ചിത്രത്തിൽ സുവർണ എന്ന കഥാപാത്രമായാണ് മേനക അഭിനയിച്ചത്. തൻ്റെ രണ്ടാനമ്മയുമായി ലൈംഗിക ബന്ധം പുലർത്തുന്ന ശങ്കറിനെ പ്രണയിക്കുന്ന സുവർണയ്ക്ക് ഭർത്താവുണ്ട്. ആ ഭർത്താവിൻ്റെ റോളായിരുന്നു വിജയൻ ചെയ്തത്. പ്രഭു എന്നായിരുന്നു ആ കഥാപാത്രത്തിൻ്റെ പേര്. ഭർത്താവുമായി പിണങ്ങി വീട്ടിലെത്തുന്ന സുവർണ തൻ്റെ രണ്ടാനമ്മയുമായി ദാസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശങ്കർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാണുന്നു. തൻ്റെ രതി കാമനകൾ സുവർണയിൽ ഉണരുന്നു. സുവർണ ദാസിനെ തന്നിലേക്ക് ആകർഷിക്കുന്നു. ദാസും സുവർണയും പലപ്പോഴായി രതിബന്ധത്തിൽ ഏർപ്പെടുന്നു. സ്വാഭാവികമായും ഗ്ലാമർ കാണിക്കേണ്ടി വന്നു മേനകയ്ക്ക് ഈ ചിത്രത്തിൽ. ഈ ചിത്രം വലിയൊരു വിജയമാകുമെന്ന് സംവിധായകൻ MR ജോസ് പ്രതീക്ഷിച്ചു. പക്ഷേ ചിത്രം ഫ്ലോപ്പായി. കാരണം ശങ്കറിനെ അക്കാലത്ത് ആൻറ്റി ഹീറോ ഇമേജിൽ സ്വീകരിക്കാൻ പ്രേക്ഷകർക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെയും എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു തുടങ്ങിയ ചിത്രങ്ങളിലൂടെയും വെളിച്ചം വിതറുന്ന പെൺകുട്ടി തുടങ്ങിയ ചിത്രങ്ങളിലൂടെയൊക്കെ റൊമാൻറ്റിക് ഹീറോയുടെ അവസാന വാക്കായി ശങ്കർ മാറിയിരുന്നു. ഗുഹയിൽ ശങ്കർ അവതരിപ്പിച്ചത് ആൻറ്റി ഹീറോ കഥാപാത്രമായിരുന്നു. സസ്പെൻസ് നിറഞ്ഞ ചിത്രമായിരുന്നു ഗുഹ. ഇതിൽ ഓരോ സ്ത്രീകളെ ശങ്കർ കൊല്ലുമ്പോഴും പോലീസ് ഉദ്യോഗസ്ഥനായ വിൻസെൻ്റ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ശങ്കർ അവതരിപ്പിക്കുന്ന ദാസിനെ തേടി എത്തുന്നുണ്ട്. പക്ഷേ ദാസിലേക്ക് എത്താനുള്ള തെളിവുകൾ ലഭിക്കുന്നില്ല. തെളിവുകളൊക്കെ ദാസ് നശിപ്പിക്കുന്നു. വളരെ സസ്പെൻസ് നിറഞ്ഞ ഒരു ചിത്രം, എക്കാലത്തെയും സൂപ്പർ ഹിറ്റാവേണ്ട ഒരു ചിത്രം കാലം തെറ്റിപ്പിറന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ശങ്കർ ആ ചിത്രത്തിൽ നായകനായി അഭിനയിച്ചത് കൊണ്ട് ശ്രദ്ധിക്കാതെ പോയി എന്ന് പറയാം. വർഷങ്ങൾക്ക് ശേഷം യൂണിവേഴ്സിറ്റി കോളേജിലെ സെൻറ്ററിൽ ബാലചന്ദ്ര മേനോൻ്റെ ഞാൻ സംവിധാനം ചെയ്യും എന്ന ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ചിത്രീകരിക്കുമ്പോൾ ശങ്കറിനെയും മേനകയെയും ഒരുമിച്ച് അഭിമുഖം ചെയ്യേണ്ട
അഭിമുഖം ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അന്ന് ഈ ഗുഹയെപ്പറ്റി ശങ്കർ മേനകയും സംസാരിച്ചു. ശങ്കർ പറഞ്ഞു, ആ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടിരുന്നെങ്കിൽ റൊമാൻറ്റിക് ഹീറോ എന്ന ഇമേജിൽ നിന്നും ഞാൻ മുക്തനാകുമായിരുന്നു. പക്ഷേ ചിത്രം ശ്രദ്ധിക്കപ്പെടാതെ പോയി. മേനക പറഞ്ഞത്, അതിനുശേഷം വേഷങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ താൻ ശ്രദ്ധിച്ചു. ഗ്ലാമറാകാനുള്ള ഒരുപാട് വേഷങ്ങൾ, ഗ്ലാമറായി അഭിനയിക്കാനുള്ള ഒരുപാട് വേഷങ്ങൾ തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും തനിക്ക് ലഭിച്ചു. പക്ഷേ താനത് സ്വീകരിച്ചില്ല. മലയാളത്തുമുള്ള നായികയാകാനായിരുന്നു എനിക്കിഷ്ടം. മേനകയുടെ ആ കടുത്ത നിലപാടിനോട് ഒരുപാട് ഒരുപാട് എന്താ പറയുക, ഒരുപാട് ചാരിതാർത്ഥ്യം തോന്നി. കാരണം അത്തരം കടുത്ത നിലപാടെടുക്കാൻ ആർക്കും കഴിയില്ല. മേനകയ്ക്ക് വേണമെങ്കിൽ അക്കാലത്ത് തമിഴ് സിനിമയിൽ തരംഗമാകാൻ കഴിയുമായിരുന്നു. അതിനുള്ള സൗന്ദര്യവും മേനകയ്ക്ക് ഉണ്ടായിരുന്നു. അംബികയൊക്കെ തമിഴ് സിനിമയിൽ പോയി കോടികൾ വാരിയപ്പോൾ മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിന്നു മേനക. അല്പം ഗ്ലാമർ കാണിച്ചിരുന്നെങ്കിൽ അക്കാലത്ത് തമിഴിൽ സൂപ്പർ നടിയാകാൻ മേനകയ്ക്ക് കഴിയുമായിരുന്നു. മേനക സെൻസേഷണൽ നായികയായി മാറുമായിരുന്നു. പക്ഷേ മലയാളത്തിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളികളുടെ ഇഷ്ടനടിയായി മേനക മാറി. ഇന്നും മലയാളികളുടെ ഇഷ്ടനടി തന്നെയാണ് അവർ.